എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഇന്ന് ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുകയാണ്. വീണ്ടും സ്വർഗവാണിയിലൂടെ ഒരു കൂട്ടം നല്ല പാട്ടുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് കടക്കാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആന്റി എവിടുന്നാണ് വിളിക്കുന്നത്? ആന്റിയുടെ പേരെന്ന് പറയാമോ? എന്റെ പേര് ഓമന. ഓമന അല്ലേ? എവിടുന്നാ വിളിക്കുന്നത്? എറണാകുളം ഡിസ്ട്രിക്ട്. ഓ ശരി ശരി. ആന്റി നമ്മുടെ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടോ സ്വർഗവാണി? അറിയില്ല, ഇന്നങ്ങനെ കണ്ടപ്പോ വിളിച്ചതാണ്. ആണല്ലേ? സ്വർഗവാണി എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഞങ്ങളും ഓരോ ഗാനങ്ങൾ പാടുക. അത് ഒത്തിരി ആശ്വാസവും ഒരു പ്രത്യാശയൊക്കെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് 4 മക്കളുണ്ട്, ഭർത്താവും 4 മക്കളുണ്ട്. ഓ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അവരൊക്കെ സുഖമായിട്ടുണ്ട്. മോൻ അസുഖമായിട്ട് ആശുപത്രിയിലാണ്. ഓ ശരി. എന്ത് പറ്റി? അവസ്മാനത്തിന്റെ അസുഖമായിട്ടേ ചെറുപ്പത്തിലുള്ളതാണ്. ഓ ശരി ശരി. എന്തായാലും ആന്റി ഞങ്ങള് ഭയങ്കര ദേഷ്യവും അതൊക്കെ ഇതെല്ലാം നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ കർത്താവ് കാണുന്നുണ്ട് ആന്റി. അങ്ങനെ അതിനോർത്ത് ഭാരപ്പെടണ്ട. കാരണം എന്താ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട സ്ത്രീക്ക് പോലും പെട്ടെന്ന് ഉള്ള വിടുതല കിട്ടിയത്. അപ്പം തീർച്ചയായിട്ടും അന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് എന്നും ഉണ്ട്. തീർച്ചയായിട്ടും ആ ദൈവം വിടുതൽ മോന്റെ കാര്യത്തിൽ തരും. ഒരു നിരാശ ആ കാര്യത്തിൽ വേണ്ട. ഒട്ടും നിരാശപ്പെടണ്ട. കർത്താവ് നമ്മള് നിരാശയിലായിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണല്ലോ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം അതിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കണ്ട ആന്റി. എന്ത് ഭാരം, നിങ്ങളുടെ എന്ത് ഭാരമാണല്ലോ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാ കർത്താവ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിലുപരി ഞങ്ങളും പ്രാർത്ഥിക്കും. ഇന്ന് ആന്റിക്ക് വേണ്ടി ഞങ്ങളൊരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആന്റിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇന്ന പാട്ട് പാടണം എന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ആന്റിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നു? അല്ല, തീർച്ചയായും ഞങ്ങൾ ആന്റിക്ക് വേണ്ടി പാടും. അല്ല, ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ ഞങ്ങളോട്? എനിക്ക് അങ്ങനെ പാട്ടൊന്നും അറിയാൻ പാടില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സ്വർഗവാണിയിലുള്ള ഈ പ്രോഗ്രാമിലൂടെ ആന്റിക്ക് ആന്റിക്ക് ഒരു പ്രത്യാശ വരുത്തുന്ന വളരെ മനോഹരമായ ഒരു ഗാനം ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പാടും. ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആന്റിക്കും ഇപ്പം പറഞ്ഞ മോന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നന്ദി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ ആന്റി. അപ്പൊ വീണ്ടും വിളിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇപ്പൊ വിളിച്ചത് നമ്മുടെ ഓമന ആന്റിയാണ് അല്ലേ? എറണാകുളം ഡിസ്ട്രിക്ട്. അത് കേട്ടപ്പം എനിക്ക് ഒത്തിരി വിഷമം വന്നു. എങ്കിലും ഓരോ അവസ്ഥകൾ കർത്താവ് മോന്റെ അവസ്ഥ പറഞ്ഞിട്ട് ആന്റിക്ക് ഭയങ്കര ഒരു വിഷമം. എനിക്ക് പറഞ്ഞത് ക്ലിയർ ആയില്ല, എന്നാലും എനിക്ക് മനസ്സിലായി. ആദ്യമേ ക്ലിയർ ആയില്ലായിരുന്നു, പക്ഷേ മോനെ ഓർത്ത് എന്തോ വിഷമങ്ങളൊക്കെ ആണ്. അപ്പം നമുക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് ഒരു വളരെ എന്തായാലും ആ കുടുംബത്തെ ദൈവം ഒത്തിരി ആശ്വസിപ്പിക്കട്ടെ. പിന്നെ ആന്റിക്ക് ചെവിക്ക് കേൾവിക്കുറവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളും ഈ കേൾക്കുന്ന പ്രേക്ഷകരും നിങ്ങളും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവർക്കും നന്മ ചെയ്യട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കടക്കാം. ഇന്നെനിക്കു ഖേദമൊന്നും
നമ്മളെ പരിപാലിക്കുന്ന സ്വർഗസ്ഥനായ ദൈവം. പ്രിയ ഓമനാൻ്റിക്ക് ഈ ഗാനം വളരെ ആശ്വാസകരം ആയിരിക്കും. കാരണം അവരുടെ അവസ്ഥയിൽ വളരെ നീറുന്ന ഒരു അവസ്ഥയിലാണ് പ്രിയ ഓമനാൻ്റി. നമുക്ക് ഈ പാട്ട് പാടുന്നത് കൂടാതെ ആ ഒരു കുടുംബത്തെ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും വേണം. അടുത്ത പ്രാവശ്യം ഓമനാൻ്റി വിളിക്കുമ്പോൾ ആ ഒരു മിറാക്കിൾ ടെസ്റ്റിമണി കേൾക്കാനായിട്ട് ഇടവരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടന്നാലോ? അടുത്ത കോളിലേക്ക് കിടക്കാം. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഇത് കാഞ്ഞിരപ്പള്ളിന്നാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആരാ വിളിക്കുന്നത്? രാധാമണി. രാധാമണി. ഓക്കെ ആൻറ്റി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും എന്റെ ഹസ്ബൻഡും. ഓക്കെ. രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? നമ്മുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം ആണല്ലേ? ഇതിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ വിളിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. ആന്റി പാട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണല്ലേ? അതെ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരു ഗാനത്തിന്റെ ചില വരികൾ പാടാവോ? പാടാം. ഓക്കെ. കരുതും അവൻ നല്ലയോദരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആന്റി വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. വളരെ ബ്ലെസ്സിംഗ് ആയിട്ട്. പ്രത്യേകിച്ച് ഈ പാട്ടിന് ഞാനൊരു സ്പെഷ്യൽ നന്ദി പറയുക. കാരണം ഏതൊരവസ്ഥയിലും മനുഷ്യന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ഈ പാട്ടിന്റെ വരികൾ എന്ന് പറയുന്നത്. അല്ലെ? വഴിയൊരുക്കും അവൻ ആഴികളിൽ. അതെ, അതിന് ആ ഒരു പാട്ട് പാടിയതിലൂടെ ആന്റി എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതിന്റെ ഒരു ആഴം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതെ. ഞങ്ങൾ ഈ അടുത്ത കാലത്താ ഞങ്ങള് ഇങ്ങനെ കൂടിയത്, യേശുവിനെ അറിഞ്ഞതല്ലേ? ഓ ശരി 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 ശരി. അതാ, യേശു ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. മുന്നത്തേതിനെക്കാട്ടിലും നമ്മുടെ ജീവിതം ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ എല്ലാ ജീവിത നിലവാരങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകും. ഇതാണ് യേശുവിനെ അറിയുന്നതിലൂടെയുള്ളൊരു വ്യത്യാസം. അപ്പം നമ്മളെപ്പോലെ അനേകർ ഇനി യേശുവിനെ അറിയാനായിട്ട് ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകർ ക്രിസ്തുവിനെ അറിഞ്ഞ ഈ നാളുകളിൽ ക്രിസ്തു അവരുടെ ഉള്ളിൽ ജനിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആന്റിയോട് പറയാനുള്ളത് ആ വരികൾ തന്നെയാണ്. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ച് എന്നെ വഴി നടത്തും. ഈ പുതിയ വർഷത്തിൽ അങ്ങനെ വളരെ പ്രത്യാശയുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ കർത്താവ് തരട്ടെ. എല്ലാ നഷ്ടങ്ങളും ദൈവം ലാഭമാക്കി തരട്ടെ. ഓക്കെ. അപ്പം ദൈവം വഴി നടത്തട്ടെ. ആന്റിക്ക് വേണ്ടി ഇന്ന് ഏത് പാട്ടാ പാടേണ്ടത്? ഞാൻ വളരെ ഏറ്റവും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഗാനമാണ്. തീർച്ചയായിട്ടും ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ആ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അപ്പൊ ആന്റി വീണ്ടും വിളിക്കുക. നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ ശരി. നമ്മുടെ പ്രിയ രാധാമണി ആന്റിയാണ് വിളിച്ചത്. ആന്റി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ആന്റി ആ ദൈവത്തോടുള്ള സ്നേഹം, യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ദൈവസ്നേഹം ഭയങ്കര ആഴത്തിൽ ആന്റിയുടെ ഹൃദയത്തിലുണ്ട്. കാരണം ഇപ്പം ലിമിറ്റഡ് പീരീഡ് ആയിട്ടുള്ളെങ്കിലും നിനക്കായി കരുതും ആ വരികളിലൊക്കെ വരെ അങ്ങ് ഉറച്ചു വിശ്വസിക്കുക. അപ്പൊ നമുക്ക് ആന്റിക്ക് ദൈവത്തിന് എല്ലാവരും ആവശ്യമാണ്. പക്ഷെ ഇതറിഞ്ഞ് കർത്താവിലായിട്ട് വരുന്നവര് ചുരുക്കമാണ്. അപ്പം ഈ ഒരു നമ്മുടെ ആഗ്രഹം ഈ ലോകത്തുള്ള എല്ലാവരും ക്രിസ്തുവിനെ അറിയട്ടെ എന്നുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി ഒരാൾ വിളിച്ചതിന്റെ സന്തോഷം എനിക്കുണ്ട്. കാരണം ഞാൻ ജനിച്ചതൊക്കെ അവിടെ കാഞ്ഞിരപ്പള്ളിയിലാണ്. ഓക്കെ, വളരെ സന്തോഷം. ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകും. ആ ഒരു ഗാനത്തിന്റെ വരികൾ നമുക്ക് പാടാം.
രുചിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ പ്രിയ രാധാമണി ചേച്ചി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അല്ലേ, യേശു നമുക്ക് ചെയ്ത, എനിക്ക് ചെയ്തെന്നല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് അത് നമുക്ക് പറയാൻ കഴിയില്ല പലപ്പോഴും. അതുപോലത്തെ ഉപകാരങ്ങളാണ് കർത്താവ് നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഭാഗ്യം ചെയ്തുതരാം. കാരണം എത്രയോ നല്ല പാട്ടുകൾ, എത്രയോ നല്ല വരികളാണ് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് അല്ലേ. അതിലുപരി ആ ഒരു കർത്താവിനെ അറിയാൻ കിട്ടിയത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. ഏതൊരു സാഹചര്യത്തിൽ നിന്നാലും നമ്മൾ ഒരു വരി പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് തണുക്കും. യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വരികളാണ്. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാ വിളിക്കുന്നത്? അക്സ അല്ലേ? അക്സ എവിടുന്ന വിളിക്കുന്നത്? നിലമ്പൂർ നിന്നാണല്ലേ? ഓക്കെ. അക്സ എന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനിങ് അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടില് പപ്പ, അമ്മ, എനിക്കൊരു ബ്രദർ ഉണ്ട്, പിന്നെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ. അക്സ, പിന്നെ നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. എന്താണ് നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അക്സയുടെ ഈ ഒരു സന്തോഷം കണ്ടിട്ട് തീർച്ചയായിട്ടും അക്സ സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഒരു വരി പാട്ട്. ഓക്കെ, ഞാൻ പാടാം. ഞാൻ ആരാധിക്കും വിശ്വസ്തനാം അങ്ങെ പോലെ വേറെ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. നല്ല എക്സലന്റ് സിംഗറാണ്. അതെ, അക്സയുടെ ടോണിന് ഒരു വോക്കൽ ടോണിന് ഒരു ഭയങ്കര ഗ്രേസ് ഉണ്ട്, ഭയങ്കര ഒരു ബ്ലെസ്സഡ് വോയിസ് ആണ്. തീർച്ചയായിട്ടും അനേകം പേർക്ക് ആ ഒരു വോയിസ് പ്രയോജനപ്പെടട്ടെ കേട്ടോ. ഈ പുതിയ വർഷത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് വേദികളിൽ മുഴങ്ങട്ടെ, കർത്താവിന് വേണ്ടി പാടാൻ പ്രയോജനപ്പെടട്ടെ കേട്ടോ. നല്ലൊരു വർഷിപ്പ് ലീഡർ ആവട്ടെ കേട്ടോ. വർഷിപ്പൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ ചർച്ചിലൊക്കെ? ചെയ്യാറുണ്ട്. അങ്ങനെ ഇനി കർത്താവ് കൂടുതൽ അവസരങ്ങൾ തരട്ടെ കേട്ടോ. ഞങ്ങളും പ്രാർത്ഥിക്കാം, ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ അക്സ, ഇന്ന് അക്സയ്ക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഞങ്ങൾ പാടേണ്ടത്? സ്വർഗവാണിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം? എന്റെ പൂരക്കകത്ത് ഞങ്ങളുടെ ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അക്സയ്ക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാട്ട് പാടുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണം കേട്ടോ. അപ്പൊ നമുക്കിപ്പം വിളിച്ച് നമ്മുടെ അക്സയാണ്. വളരെ മനോഹരമായൊരു ഗാനം നമുക്ക് വേണ്ടിയിട്ട് ആലപിച്ചു. നല്ലൊരു ബ്ലെസ്സഡ് സിംഗറാണ്. അപ്പം അക്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അക്സ ആവശ്യപ്പെട്ട ആ ഒരു എൻ്റെ പുരക്കകത്ത് വരാൻ എന്നുള്ള അനുഗ്രഹമായ ഗാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ശരി, ഓക്കെ, പഠിക്കാം. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും.
യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കതു മതി, ഒരു വാക്കുമതി എനിക്കതു മതി. അതെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികളാണ്. കർത്താവിൻ്റെ ഒരു വാക്ക് മതി നമ്മുടെ സകല അവസ്ഥകളും മാറണം അല്ലേ. അതെ അതെ. വളരെ ബ്ലെസ്സഡ് ആയ ഒരു സോങ് ആണ് അക്സ ചോദിച്ചത്. ഈ ഒരു സോങ് ഇന്ന് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. എന്താണ് പേരെന്താ? അന്ന അന്ന. അന്ന ആൻറ്റി എവിടുന്നാണ് വിളിക്കുന്നത്? കുന്നംകുളം അല്ലേ. ഞങ്ങളുടെ ഇന്ന് കൂടുതൽ കോളേഴ്സും നമുക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം. തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർ നമ്മളിങ്ങനെ ഒത്തിരി കോൾ വരുമ്പോഴത്തേക്കിനും ഒരു സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ആൻറ്റി നമ്മുടെ സ്വർഗവാണി എന്ന പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകയാണോ? അതെ, കാണാറുണ്ട്. ആണല്ലേ. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും പിന്നെ മക്കളൊക്കെ പല സ്ഥലത്തായിരിക്കും അല്ലേ? മോള് ചെന്നൈയില്. നമുക്ക് കുന്നംകുളത്തൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി പേര് വിളിക്കാറുണ്ട് കുന്നംകുളം ഭാഗത്തു നിന്നൊക്കെ. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം ആന്റി. ആന്റി, ഇന്ന് നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാമിലൂടെ നമുക്ക് വേണ്ടി ഒരു 4 വരി പാട്ട് പാടാമോ? അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ മതി, പാട്ട് ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പാടാം. ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണെങ്കിൽ ഞങ്ങൾ പാടാം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പഠിച്ചിട്ട് പാടുന്നതായിരിക്കും. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ, അതാണോ? ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഓ, വളരെ സന്തോഷം ആ പാട്ട് പറഞ്ഞതില്. അതെ, ആ പാട്ടിന്റെ വരികളും അങ്ങനെയാണ്. ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരാൻ നമ്മളൊന്നുമല്ല. അതെ, അത് അങ്ങനെ. അതെ, അപ്പൊ അത്രയും വിശ്വസ്തമാണ് നമ്മളോടുള്ള കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ പ്രോമിസ് എല്ലാം അങ്ങനെ അല്ലേ? ഓക്കെ ആന്റി, എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടിന്റെ വരികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമുള്ളതായി തീരട്ടെ. ഓക്കെ, ഈ പാട്ട് സജസ്റ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. ഇപ്പൊ നമ്മളെ വിളിച്ചത് കുന്നംകുളത്തുനിന്ന് അന്ന ആന്റിയാണ് വിളിച്ചത്. ആന്റി പാട്ട് പാടിയില്ലെങ്കിൽ പോലും വളരെ നല്ലൊരു പാട്ട് സജസ്റ്റ് ചെയ്തല്ലേ? അതെ അതെ അതെ. അപ്പം നമുക്ക് ആന്റിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയിട്ട് ആ ഒരു ബ്ലെസ്സിങ് സോങ് നമുക്ക് പാടാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ഇത് നമ്മളെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. അതെ, ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹത്താൽ എല്ലാ കുടുംബങ്ങളും, നമ്മുടെ പ്രേക്ഷക കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗാനത്തിലേക്ക് കിടക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനത്തിൻ്റെ വരികളാണ്. ഇത്രത്തോളം കൊണ്ടുവരുവാൻ നാം ആരും ഒന്നുമല്ല, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ ഒരു കരുതൽ ഇത്രത്തോളം നമ്മളെ നിർത്തി അല്ലേ? നമ്മളെ വിളിക്കുന്ന എല്ലാ ഓരോ പ്രേക്ഷകരുടെയും ഒരു ആശ്വാസത അവരെല്ലാം കർത്താവ് ഇത്രത്തോളം നിർത്തി. അപ്പം ഈ പാട്ട് ചോദിച്ച അന്നാൻ്റെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാണ് വിളിക്കുന്നത്?
ഞാൻ ജോയിയാ വിളിക്കുന്നത്, ജോയ്. ജോയ്. ഓക്കെ. അങ്കിൾ എവിടുന്നാ വിളിക്കുന്നത്? കറ്റാനം, കറ്റാനം. കറ്റാന. കറ്റാനം, മാവേലിക്കര കറ്റാനമാണോ അങ്കിളെ? മാവേലിക്കര കറ്റാനം, അതെ. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. എന്തേ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മാവേലിന്റെ സുഖമായിരിക്കും. ഞാൻ രണ്ടുപേരേ ഉള്ളു, വീട്ടിലെ വെളിയിലാണ്. ആണല്ലേ? ഓക്കെ. അങ്കിൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ ഇന്ന് കാണും, എല്ലാ ശനിയാഴ്ചയും കാണും. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഒരു രണ്ട് അങ്കിളിന് ഏറ്റവും അങ്കിളിന് ഹൃദയത്തിന് ആശ്വാസം നൽകിയ ഏതെങ്കിലും ഒരു ഗാനത്തിന് 2 വരി നമ്മൾക്ക് വേണ്ടി പാടുമോ? പാടാം. ഓക്കെ. എന്റെ ദൈവം മഹത്വത്തിലാദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോണി തന്നിൽ ഏശിപ്പാൻ ഏതും സാരമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും സാരമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. അങ്കിളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് അങ്കിള് പാടിയത്. അതെ, നമുക്ക് ഒന്നും പേടിക്കാനില്ല. നമ്മുടെ കർത്താവ് ഇങ്ങനെ ആർദ്രവാനായി ജീവിക്കുന്നതിനാലല്ലേ നമുക്കൊന്നും പേടിക്കാനില്ല. അതാണ് നമ്മുടെ വളരെ അർത്ഥവത്തായ വരികളാണ് നമുക്ക് വേണ്ടി എഴുതി വെച്ചത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികളാണ്. എന്നാലും ഇപ്പം അങ്കിളിനെ പോലെ ഉള്ള ആളുകൾ, കുറച്ച് പ്രായമുള്ള ആളുകൾ ഇതൊക്കെ പാടുമ്പം ശരിക്കും ഞങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ നിറഞ്ഞു പോവുക. ഒത്തിരി സന്തോഷം അങ്കിളെ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിയതിൽ. ആ 2 വരിക്കകത്ത് ഞങ്ങൾക്കുള്ള ആശ്വാസവും സന്തോഷവും എല്ലാം ഉണ്ട്. അപ്പം അങ്കിളെ സ്വർഗവാണിയിലൂടെ ഇന്ന് അങ്കിൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഏതാണ്? ഇതേ പാട്ട് തന്നെയാണ്. ഈ പാട്ട് തന്നെ തീർച്ചയായിട്ടും. ആന്റി ഉണ്ടോ അവിടെ? അപ്പൊ ഞങ്ങളെ തിരക്കിയെന്ന് പറഞ്ഞേക്കാവോ? ഞങ്ങളുടെ എല്ലാ സ്നേഹവും പറഞ്ഞുതരാം കേട്ടോ. തീർച്ചയായും പറയാം. ഓക്കെ. ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. ഓക്കെ. സന്തോഷമായിട്ടിരിക്കുക. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. അപ്പം പ്രിയ ജോയിങ്ങളാണ് വിളിച്ചത്. അപ്പച്ചൻ പാടിയ പാട്ടും വളരെ ഏറ്റവും അപ്പച്ചൻ എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം അത്രയും ആ ഒരു പാട്ട് പാടിയപ്പോൾ ആ ടോൺ എന്താ നമ്മുടെ അപ്പച്ചനെ പോലെ. തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് അപ്പച്ചന് വേണ്ടി പാടാം. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ പ്രായമുള്ള ഒരു പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലും ഒരു ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് കിടക്കാം. മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. എനിക്ക് ഈ പാട്ട് പാടിയപ്പം അതിൻ്റെ എൻ പോർഷനിൽ വന്നപ്പം ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. എനിക്ക് എൻ്റെ ഒരു എന്താ പറയുന്ന ആ ഒരു ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ആ ഒരു പാട്ട് എന്താ വല്ലാതെ തന്നെ ഫീൽ ചെയ്തു കേട്ടോ. വളരെ എപ്പം പാടിയാലും നമ്മുടെ കണ്ണ് നനയിക്കുന്ന. അതിന് വേറൊരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മയുടെ അമ്മയുടെ ഏറ്റവും ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചി എപ്പോഴും പാടിയിരുന്ന ആശ്വസിച്ചിരുന്ന ഒരു സോങ്ങാണ്
തലമുറകൾ വന്നപ്പോൾ ഞങ്ങൾക്കും അത് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ജീവനും ചൈതന്യമാണ്. അപ്പം ഈ പാട്ട് സജസ്റ്റ് ചെയ്ത നമ്മുടെ ജോയി അങ്കിളിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നിങ്ങളോടുകൂടെ സ്വർഗവാണിയിലൂടെ ചിലവഴിക്കാനായി ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഗാനങ്ങളൊക്കെയും വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള സോങ്സ് ആയിരുന്നു. അത് ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശയും അതുപോലെ സന്തോഷങ്ങളും നിറയ്ക്കുന്ന സോങ്സ് ആയിരുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നത് വരെ ദൈവം തൻ്റെ ചിറകൻ മറവിൽ എല്ലാവരെയും മറയ്ക്കട്ടെ എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളും ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.